समुद्र उत सिन्धुरापो यस्यामन्नं पृष्ठय. അധ്യായം 2. ബ്രഹ്മാവിൻ്റെ ആഗമനം. നാരദൻ പോയ ശേഷം വാൽമീകി രാമനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും രാമൻ്റെ മഹത്വത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടും നിശബ്ദനായി അവിടെയിരുന്നു. പെട്ടെന്ന് പ്രഭാതസന്ധ്യാവന്ദനത്തിന് സമയമായി എന്നറിഞ്ഞ് ഋഷി ശിഷ്യന്മാരോടൊത്ത് അടുത്തുള്ള തമസാ നദീതീരത്തേക്ക് പോയി. സ്വച്ഛമായ ജലം ഒഴുകുന്ന ഒരിടത്ത് അദ്ദേഹം ചെന്നു നിന്നു. ശിഷ്യനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: പുത്ര, ഇവിടെയുള്ള ജലം നോക്കൂ. ഇതൊരു സാത്വികൻ്റെ മനസ്സുപോലെ തെളിഞ്ഞ് പരിശുദ്ധമായിരിക്കുന്നു. ഇതെത്ര സുന്ദരമാണ്. ഞാനിവിടെ തർപ്പണം ചെയ്യുകയാണ്. ജലപാത്രം ഇവിടെ വയ്ക്കൂ. ആ മരവുരി തരൂ. ശിഷ്യൻ പറഞ്ഞ പോലെ ചെയ്തു. കയ്യിൽ മരവുരിയുമായി ഋഷി ചുറ്റും നോക്കി. പ്രകൃതി ഭംഗി കണ്ട് ആനന്ദിച്ച് അദ്ദേഹം ഏതാനും അടികൾ അങ്ങുമിങ്ങും നടന്നു. ഈ പ്രത്യേക സ്ഥലത്ത് പ്രകൃതിയുടെ അനുഗ്രഹം മൂലം ഭൂമി ഫലവത്തായിരിക്കുന്നു എന്ന് കണ്ട് അദ്ദേഹം മന്ദഹാസം തൂകി. ഒരു വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ക്രൗഞ്ചപക്ഷികളുടെ ഒരിണയെ അദ്ദേഹം കണ്ടു. സുന്ദരവും മധുരവുമായ സ്വരത്തിൽ പാടുകയായിരുന്നു അവ. അത്യന്ത്യം സ്നേഹത്തോടുകൂടി അവ ഇണചേരുകയായിരുന്നു. സൃഷ്ടിമാഹാത്മ്യത്തെക്കുറിച്ചോർത്തും ആ ഇണയെ കണ്ട് ആനന്ദിച്ചും മഹർഷി അവിടെ അങ്ങനെ നിന്നു. അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കെ അതിൽ ആൺപക്ഷി ശരം തറച്ച് താഴെ വീഴുന്നത് അദ്ദേഹം കണ്ടു. പാപിയും ക്രൂരനുമായ ഒരു വേടനാണ് ആ ശരം വിട്ടത്. ആൺപക്ഷി രക്തത്തിൽ കുളിച്ച് ചത്തുവീണു. പെൺപക്ഷി അതിദീനതയോടെ കരഞ്ഞുകൊണ്ടുവരുന്നു. ഒരു നിമിഷം മുമ്പത്തെ അതിൻ്റെ ഉല്ലാസത്തിമിർപ്പ് ഇപ്പോൾ ഒരു ചരമവിലാപമായി തീർന്നു. തലയിൽ ചുവപ്പ് നിറമുള്ള ആ ചെറുപക്ഷി ഏറ്റവും ദുഃഖാർത്തയായി. വേടൻ്റെ ദുഷ്പ്രവൃത്തിയും തൽഫലമായുണ്ടായ ദുഃഖവും കണ്ട് വാൽമീകിയുടെ ഹൃദയം കരുണാപൂർണമായി തീർന്നു. എത്ര വലിയ അധർമ്മമാണ് ആ വേടൻ ചെയ്തതെന്ന് വാൽമീകിക്ക് തോന്നി. വികാര വിജൃംഭിതമായ ശബ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: അങ്ങയുടെ പ്രവൃത്തി നിർദ്ദയമായിരിക്കുന്നു. ഇണചേരുന്ന 2 പക്ഷികളിൽ ഒന്നിനെ അങ്ങ് കൊന്നു. അങ്ങയുടെ പ്രവൃത്തി അക്ഷന്തവ്യമാണ്. മനുഷ്യൻ അനുവദിച്ചിട്ടുള്ള ദീർഘായുസ് അതിനാൽ അങ്ങയ്ക്ക് നഷ്ടപ്പെടും. വാൽമീകി വേഗം അവിടം വിട്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയം നീറി. സംഭവസ്ഥലം വിട്ട ശേഷവും വളരെ നേരം ആ ചിന്ത അദ്ദേഹത്തിൽ തങ്ങി നിന്നു. വേടനോട് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം ഓർത്തുകൊണ്ടേയിരുന്നു. മനസ്സിലത് കാണാപാഠമാക്കുകയും ചെയ്തു. അദ്ദേഹം ശിഷ്യനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ക്രൗഞ്ചപക്ഷികളുടെ വിധിയെപ്പറ്റി ഞാൻ വളരെ ദുഃഖിതനാണ്. ഞാൻ ചില വാക്കുകൾ ഉച്ചരിച്ചു. ശോകം മൂലം എന്നിൽ നിന്ന് പുറപ്പെട്ട ആ വാക്കുകൾ വൃത്തരൂപേണയാണ് ബഹിർഗമിച്ചത്. വീണയിൽ ശ്രുതി പിടിച്ച് പാടാവുന്നതാണവ. ഇങ്ങനെ ഒരു ശ്ലോകം നിർമ്മിച്ചതിൽ ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. ശിഷ്യൻ ആ ശ്ലോകം പഠിച്ചു. അത് വീണ്ടും ചൊല്ലിയപ്പോൾ അതിൻ്റെ ഘടന അത്ഭുതകരമാണെന്ന് തോന്നി. അതിനുശേഷം വാൽമീകി നദിയിലിറങ്ങി. സന്ധ്യാവന്ദനവും തർപ്പണവും മറ്റ് ദൈനംദിന കൃത്യങ്ങളും കഴിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശ്ലോകത്തിൽ തന്നെയായിരുന്നു. അവർ ആശ്രമത്തിൽ തിരിച്ചെത്തി. ഋഷി മുന്നിലും ശിഷ്യൻ തമസാ നദിയിലെ ജലം പാത്രത്തിലെടുത്തുകൊണ്ട് പിന്നിലുമായിട്ടാണ് അവർ എത്തിച്ചേർന്നത്. അവർ മറ്റു ശിഷ്യന്മാരുമായി കൂടിച്ചേർന്ന് ജ്ഞാനസമ്പാദനം തുടരുകയും ചെയ്തു. പെട്ടെന്നൊരു ദിവ്യപ്രകാശത്താൽ ആശ്രമം പ്രകാശമാനമാവുന്നത് അദ്ദേഹം കണ്ടു. ഭഗവാനായ ബ്രഹ്മാവ് അവിടെ വന്നിരിക്കുന്നതായി അദ്ദേഹം അറിഞ്ഞു. ആശ്ചര്യഭാവത്തോടെ എഴുന്നേറ്റ് അദ്ദേഹം 2 കൈകളും കൂപ്പിക്കൊണ്ടു നിന്നു. വികാരാവേശം മൂലം അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു വാക്കുപോലും ഉരിയാടാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സൃഷ്ടികർത്താവിനെ യഥാവിധി പൂജിക്കുകയും കാൽക്കൽ വീണ് അർഘ്യപാദ്യാദികൾ നൽകിയതിന് ശേഷം യഥായോഗ്യം ആസനസ്ഥനാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഭിവാദനവും ആസനവും സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മാവ് അദ്ദേഹത്തെ ബഹുമാനിച്ചു. ബ്രഹ്മാവിൻ്റെ ആദേശപ്രകാരം ആസനസ്ഥനായ വാൽമീകി മൗനം പൂണ്ടിരുന്നു. അദ്ദേഹം അപ്പോഴും നദീതീരത്ത് കിടന്ന സംഭവത്തെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒരു കാരണവുമില്ലാതെ ഉല്ലാസമായി കഴിയുന്ന പക്ഷിയെ നിഷ്കരുണം കൊല്ലാൻ കഴിഞ്ഞ വേടൻ്റെ ക്രൂരതയെപ്പറ്റി ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഒരെത്തും പിടിയും കിട്ടിയില്ല. ശ്ലോകം പിന്നെയും മനസ്സിലുദിച്ചു. അത് നിശബ്ദം ഉരുവിടുകയും ചെയ്തു. ബ്രഹ്മാവ് അദ്ദേഹത്തെ നോക്കി ചിരിച്ചു. ഋഷിയുടെ അന്തർഗതം മനസ്സിലാക്കി ഇങ്ങനെ പറഞ്ഞു: അതൊരു ശ്ലോകമാണ്.
അങ്ങ് ഉച്ചരിച്ച വാക്കുകളെപ്പറ്റി ആശ്ചര്യമോ സംശയമോ വേണ്ട. ഇപ്രകാരം ഉച്ചരിക്കാൻ ഞാൻ അങ്ങയെ പ്രേരിപ്പിച്ചതാണ്. ഇതേ വൃത്തത്തിൽ ഒരു കാവ്യം രചിക്കാൻ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു. ഇതിവൃത്തം രാമൻ്റെ കഥയാവട്ടെ. ധർമ്മിഷ്ഠത, ശ്രേഷ്ഠത, ധിഷണാശക്തി, ധൈര്യം മുതലായവയ്ക്ക് ലോകപ്രസിദ്ധി ആർജിച്ച രാമൻ്റെ കഥ നാരദൻ അങ്ങയോട് പറയുകയുണ്ടായി. ഞാനൊരു വരം അങ്ങയ്ക്ക് തരാം. ആ കഥ മുഴുവൻ രാമൻ, ലക്ഷ്മണൻ, സീത എന്നിവരുടെ മാത്രമല്ല, ആ കഥയിലെ കഥാപാത്രങ്ങളായ എല്ലാവരുടെയും കഥ അങ്ങയ്ക്ക് അറിയാറാവും. അങ്ങയ്ക്കറിയാത്തതായ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓരോരുത്തരുടെയും മനസ്സിലുള്ളതുപോലും അങ്ങറിയും. അങ്ങ് നിർമ്മിക്കാൻ പോകുന്ന ഈ കാവ്യത്തിൽ ഒരസത്യവാക്ക് പോലും കാണുകയില്ല. അനുഷ്ടുപ്പ് വൃത്തത്തിൽ ഉണ്ടാക്കിയ ആ ശ്ലോകത്തെ പറ്റിയാണല്ലോ അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ വൃത്തത്തിൽ രാമൻ്റെ പുണ്യകഥ ഉണ്ടാക്കി മാലോകരെ കേൾപ്പിക്കാൻ ഞാൻ അങ്ങയോട് കൽപ്പിക്കുന്നു. അങ്ങ് നിർമ്മിക്കുന്ന ഈ കാവ്യം കൊണ്ട് ലോകം കൂടുതൽ ധന്യമാകും. രാമകഥ ലോകം സ്മരിക്കുന്ന കാലത്തോളം അങ്ങയുടെ നാമവും സ്മരിക്കപ്പെടും. ഈ ഉദ്യമം വഴി അങ്ങയുടെ നാമം അനശ്വരമായി തീരും. ഇത്രയും പറഞ്ഞ് ബ്രഹ്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. വാൽമീകി അപ്പോഴും ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു. ശിഷ്യന്മാരും അതുപോലെ തന്നെ സ്ഥിതി ചെയ്തു. അവർ ആ ശ്ലോകം വീണ്ടും വീണ്ടും ഉരുക്കഴിച്ചു. ഓരോ ആവർത്തനത്തോടൊപ്പം അത്ഭുതവും വളർന്നു വന്നു. 2-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ദ്രർഷഭാദ്രവിണേനോ ദധാതു